ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, അഭിഷിക്തന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും അതിൻ്റെ 5-ാം അധ്യായം 20, 21, 22 വാക്യങ്ങൾ. നിങ്ങൾ യാക്കോബിൻ്റെ ഗൃഹത്തിൽ പ്രസ്താവിച്ച യഹൂദയിൽ പ്രസിദ്ധമാക്കേണ്ടതിന് തന്നെ കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവിയുണ്ടായിട്ട് കേൾക്കാതെയും ഇരിക്കുന്ന മൂഢരും ബുദ്ധിഹീനരുമായ ജനമേ, ഇത് കേൾപ്പിൻ. നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ? എൻ്റെ സന്നിധിയിൽ വിറയ്ക്കുകയില്ലയോ എന്ന് യഹോവയുടെ അരുൾപ്പാട്. ഞാൻ കടലിന് കവിഞ്ഞുകൂടാത്ത വണ്ണം നിത്യപ്രമാണമായ മണൽ തിരക്കി വച്ചിരിക്കുന്നു. തിരമാലകൾ അലച്ചാലും അത് സാധിക്കയില്ല, എത്ര തന്നെ ഇരച്ചാലും അത് കടക്കുകയില്ല. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം എല്ലാത്തിനും ഒരു നിയമം വച്ചിരിക്കുകയാണ്. തൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ സൃഷ്ടിച്ച ദൈവം ഓരോന്നിനും അവിടെ നിൽക്കുവാൻ കൽപ്പിച്ച ദൈവം, ഓരോ ഗ്രഹത്തിനെയും അവിടെ നിൽക്കുവാൻ കൽപ്പിച്ച ദൈവം, ഓരോ ജീവികളെയും ഉരുവാകുവാൻ കൽപ്പിച്ച ദൈവം, അവൻ്റെ വാക്കിനാൽ സകലതും സൃഷ്ടിക്കപ്പെട്ടു, സകലവും അവൻ്റെ വാക്കിനാൽ നിർമ്മിക്കപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമുക്ക് ആ സൃഷ്ടാവായ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, അവൻ്റെ വാക്കുകളെ നമുക്ക് അനുസരിക്കുവാൻ താല്പര്യപ്പെടുന്നു. അതോ നമ്മുടെ ജീവിതത്തിലും മത്സരികളായി തുടരുവാൻ താല്പര്യപ്പെടുന്നു? ഇന്ന് അനേകർക്ക് ശുദ്ധീകരണത്തിൻ്റെ മെസ്സേജ് കേൾക്കുവാൻ താല്പര്യപ്പെടുന്നവർ ചുരുക്കം മാത്രമാണ്. എന്നാൽ നമ്മുടെ നിത്യതയിലേക്ക് പോകുവാൻ നമുക്ക് ഈ ലോകത്തൊരു ജീവിതമുണ്ട്. അത് താൽക്കാലികമാണ്, ഒരു പ്രവാസ ജീവിതമാണ് നമുക്കുള്ളത്. എന്നാൽ നമുക്ക് നിത്യതയിൽ ഒരു ജീവിതം, യുഗമായി നമുക്ക് ആ ദൈവത്തോടുകൂടെ, ആ മണവാളനോടുകൂടെ നമുക്ക് താമസിക്കുവാൻ സാധിക്കും. അതിന് ഈ ലോകത്ത് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ കീഴ്പ്പെടുവാൻ, അനുസരിക്കുവാൻ, ദൈവവചനം അനുസരിക്കുമ്പോൾ ചില ത്യാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടി വരും. ചില വിട്ടുവീഴ്ചകൾ, ചില ക്ഷമിക്കുന്ന അവസ്ഥകൾ ജീവിതത്തിൽ ഏതെല്ലാം രീതിയിൽ വിട്ടുവീഴ്ച ചെയ്യുവാൻ സാധിക്കുമോ എന്നെങ്കിൽ മാത്രമേ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനും കൈതാങ്ങുവാനും ഇതെല്ലാം സാധിച്ചെങ്കിൽ മാത്രമേ നിനക്ക് നിത്യജീവനിലേക്ക് കടക്കുവാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ അപ്പുറമായി കർത്താവിൻ്റെ വാക്ക് നീ കേൾക്കുവാൻ, അത് ഏറ്റെടുക്കുവാൻ, അത് തയ്യാറെടുക്കുമ്പോൾ, കർത്താവേ, ഇന്ന് അവിടുത്തെ ശബ്ദം ഞാൻ കേൾക്കുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് എത്ര പേര് പറയുന്നുവോ, അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, കർത്താവെ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറിപ്പോകട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ ഉടയട്ടെ, സാത്താനിക ശക്തികൾ തകരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ
എല്ലാ പാതാള ശക്തികളെ ശാസിക്കുന്നു. സാത്താനിക ശക്തികൾ, അന്ധകാര കോട്ടകൾ നസ്രീനായ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. പൈശാചിക മണ്ഡലങ്ങളെ ഉടയ്ക്കുന്നു. റീബൽ ഹദനം ശംദനം റുബൽ ഘടകസ്യ വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ശത്രുവിൻ്റെ ക്രിയകൾ നസ്രീനായ യേശുവിൻ നാമത്തിൽ അതിനെ ശാസിച്ചു അതിൻ്റെ മേൽ ജയമെടുക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം കർത്താവേ വചനമായി നിൽക്കുമ്പോൾ ആഴങ്ങളിൽ അവിടുന്ന് അതിൻ്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കുവാൻ അനേകരുടെ ജീവിതങ്ങൾ അത് അനുഗ്രഹമായി മാറണം. സ്വർഗം അവിടുന്ന് ഇടപെടണം. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ വചനമായി നിൽക്കുമ്പോൾ വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന അന്ധകാര ശക്തികൾ, പൈശാചിക മണ്ഡലങ്ങൾ എല്ലാം നസ്രീനായ യേശുവിൻ നാമത്തിൽ മാറട്ടെ. റീബൽ ഹന്തന റുബൽ ഹടക ശംദന രഹസ്യ വചനത്തിന് വിരുദ്ധമായിരിക്കുന്ന എല്ലാ ശത്രുവിൻ്റെ കോട്ടകൾ നസ്രീനായ യേശുവിൻ നാമത്തിൽ ഉടയട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരമ്യാവ് അതിൻ്റെ 25, 20, 21, 22 ഒന്നും കൂടെ ഒന്ന് വായിക്കുവാൻ. നിങ്ങൾ യാക്കോബ് പ്രസ്താവിച്ച് യഹൂദയിൽ പ്രസിദ്ധമാക്കേണ്ടതെന്തെന്നാൽ കണ്ണുണ്ടായിട്ട് കാണാതെയും ചെവിയുണ്ടായിട്ടും കേൾക്കാതെയും ഇരിക്കുന്ന മൂഢരും ബുദ്ധിഹീനരുമായ ജനമേ, ഇത് കേൾപ്പിൻ. നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ? എൻ്റെ സന്നിധിയിൽ വിറയ്ക്കില്ലയോ എന്ന് യഹോവയുടെ അരുൾപ്പാട്. ഞാൻ കടലിന് കവിഞ്ഞു കൂടാത്തവണ്ണം നിത്യപ്രമാണമായ മണൽ അതിരാക്കി വച്ചിരിക്കുന്നു. തിരകൾ അലച്ചാലും സാധിക്കയില്ല, എത്ര തന്നെ ഇരച്ചാലും അതിന് കടക്കയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ, കടലിന് ദൈവം ഒരു അതിര് വച്ചിരിക്കുന്ന ദൈവം. കടലിനോട് പറഞ്ഞു, ഈ അതിര് കടന്ന് നീ പോകരുതുമെന്ന് കൽപ്പിച്ച ദൈവം. തൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ തൻ്റെ സകല സൃഷ്ടിയെയും താൻ കൽപ്പിച്ചു, അതിര് കടക്കരുത്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ആഴത്തിൻ്റെ മേൽ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചത്തിനും ഇരുളിനും തമ്മിൽ വേർതിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം ദൈവം വെള്ളത്തിന് മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ എന്ന് വെള്ളത്തിന് തമ്മിൽ വേർതിരിക്കട്ടെ എന്നും കൽപ്പിച്ചു. വിധാനമുണ്ടായി. വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശമെന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സായി 2-ാം ദിവസം ദൈവം ആകാശത്തിൻ്റെ കീഴിലുള്ള വെള്ളവും ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം ആകട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലമായി എന്ന് ദൈവം ഭൂമി അന്ന് വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ നിന്നും സമുദ്രമെന്നും പേരിട്ടു. നല്ലതെന്ന് ദൈവം കണ്ടു. ഭൂമിയിൽ നിന്നും പുല്ലും വിത്തുമുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതാതരം വിത്തുകൾ ഫലവതമായി കായ്ഫലങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്നും പുല്ലും അതുതരം വിത്തുള്ള ഫലവും കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സായി 3-ാം ദിവസം പകലും രാവും തമ്മിൽ വേർതിരിപ്പാൻ അവൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, അടയാളങ്ങളെയും കാലങ്ങളും ദിവസവും സംവത്സരം എന്നിവ തിരിച്ചറിയുവാനുമായി ഉദിക്കട്ടെ, ഭൂമിയിൽ പ്രകാശിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു.
അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലുപ്പമേറിയ വെളിച്ചവും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പകൽ വാഴുവാൻ വേണ്ടി വലുപ്പമേറിയ വെളിച്ചം, അതെന്താണ്? സൂര്യൻ. പകൽ വാഴുവാൻ വേണ്ടി വലുപ്പമേറിയ വെളിച്ചത്തെ നിർമ്മിച്ചാൽ, വലുപ്പമേറിയ വെളിച്ചം എന്താണ്? അത് സൂര്യനെ നിർമ്മിച്ചു. പകൽ വാഴുവാനായി വലുപ്പമേറിയ വെളിച്ചവും, രാത്രി വാഴുവാൻ വലുപ്പം കുറഞ്ഞ വെളിച്ചവും, രാത്രി വാഴുവാൻ ചന്ദ്രനെ നിർമ്മിച്ചു. വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആയി രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. നക്ഷത്രങ്ങളുണ്ടാക്കി. ഭൂമിയെ പ്രകാശിപ്പാൻ പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിപ്പിനുമായി ദൈവം അതിനെ ആകാശവിതാനത്തിൽ നിർത്തി. നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സായി 4-ാം ദിവസം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, തൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ആകാശവും ഭൂമിയും നിർമ്മിച്ച ദൈവം, വെളിച്ചങ്ങളെ നിർമ്മിച്ച ദൈവം, ഗോളങ്ങളെ നിർമ്മിച്ച ദൈവം, സൂര്യനെയും ചന്ദ്രനെയും ഈ അണ്ടകാടകത്തിലുള്ള ശാസ്ത്രലോകം കണ്ടുപിടിക്കാത്ത അനവധി ഗ്രഹങ്ങളെ നിർമ്മിച്ചവനായ ദൈവം അതിനെ കൽപ്പിച്ചു. അതവളുടെ ദൈവം കൽപ്പിച്ച സ്ഥലത്ത് തന്നെ നിൽക്കുവാൻ ദൈവം കൽപ്പിച്ചു. ദൈവം അതിനൊരു ഒരു പരിമിതി കൊടുത്ത്, നീ ഇത്ര സ്ഥലത്ത് മാത്രമേ അത് കറങ്ങാവുള്ളൂ, അതിരു കടക്കല്ലുമെന്ന് സർവത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം കൽപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കടലിനെയും ദൈവം സൃഷ്ടിച്ചു. നീ ഈ തിരമാല, നീ ഇതിന് അതിരു കടക്കല്ലുമെന്ന്. അതുപോലെ നമ്മെ സൃഷ്ടിച്ചവനായ ദൈവം, നമ്മളും ദൈവത്തിൻ്റെ പ്രമാണം അതിരു കടന്നാൽ നമുക്ക് നിത്യത നഷ്ടപ്പെടുവാൻ ചാൻസുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇന്ന് പ്രബോധിപ്പിക്കുന്നത്, നമ്മൾ നിത്യജീവനായി കാത്തിരിക്കുന്നവരായി മാറണം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശുദ്ധീകരണത്തിൻ്റെ മെസ്സേജ് കേൾക്കുവാൻ പലരുടെ ജീവിതത്തിലും താല്പര്യപ്പെടത്തില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണ മെസ്സേജ് കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ പോകുവാൻ ഒരുങ്ങുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ചു, പിന്നെ അവിടെ നിന്നും യാത്രയായി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അവൻ കൈവച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് നിന്നു. ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ശിഷ്യന്മാർ അവരെ വിലക്കി. യേശുവോ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ചു, പിന്നെ അവരുടെ നിന്നും യാത്രയായി. അനന്തരം ഒരുത്തൻ വന്നു അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേയുള്ളൂ. ജീവനിൽ കടപ്പാൻ ഉച്ചിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നീ നിത്യജീവനിൽ പോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നീ നിത്യതയിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ആ നിത്യതയിൽ യുഗയുഗങ്ങളായി നീ വസിക്കുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ, നീ അവൻ്റെ കൽപ്പനകളെ അനുസരിക്കണം. നീ അവൻ്റെ വാക്കുകളെ കേൾക്കണം. നീ അവൻ്റെ വാക്കുകളെ കേട്ടാൽ മാത്രമല്ല, അത് ജീവിതത്തിൽ അനുസരിക്കുവാൻ തയ്യാറെടുക്കുമ്പോഴാണ് അവിടാണ് നമ്മൾ ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുന്നവരായി, ദൈവസ്നേഹമുള്ളവരായി മാറുന്നത്. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവനോട് ചോദിച്ചത്, യേശു, എന്നെ കേൾക്കുന്ന, നല്ല ഒരുത്തനേ ഉള്ളൂ എന്ന് ജീവനിൽ കടപ്പാൻ ഉച്ചിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു.
എന്ന് അവൻ ചോദിച്ചതിന് യേശു കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്ന് തന്നെയെന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട് ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറച്ചുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണൻ ആകുവാൻ ഉച്ചിക്കുന്നുവെങ്കിൽ നിനക്ക് ഉള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗരാജ്യത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ, ഒരു സമ്പന്നനായ യൗവനക്കാരൻ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നിത്യജീവനെ നേടുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന വാക്ക് ആ മനുഷ്യനോട് സംസാരിച്ചപ്പോൾ ആ മനുഷ്യൻ ഇടറിപ്പോകുവാനിട വന്നു. കാരണം അവൻ വളരെ സമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു. യേശു അവൻ പറഞ്ഞു, ഞാൻ എല്ലാത്തിനും നീതിമാനാണെന്ന് പറഞ്ഞപ്പോൾ, നിൻ്റെ വസ്തുമുതലുകൾ മുഴുവനും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗരാജ്യത്ത് നിനക്ക് നിക്ഷേപമുണ്ടാകും എന്ന് പറഞ്ഞു. എന്നാൽ വലിയ സമ്പന്നനായ വ്യക്തിയായതുകൊണ്ട് അവൻ ആ വാക്കുകളെ അനുസരിക്കാതെ അവൻ ദുഃഖിതനായിപ്പോയി. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് എല്ലാത്തിനും അവൻ അതിരുകളെ വെച്ചിരിക്കുകയാണ്. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അമ്മയെന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തുടിച്ചിടുന്നേ. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം അതിരുകളില്ലാത്ത സ്നേഹമാണ്. ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ സർവ്വസൃഷ്ടിയിലും എല്ലാം അതിരുകളെ എല്ലാം ദൈവം നിയമിച്ചു. എന്നാൽ മനുഷ്യനോടുള്ള തൻ്റെ സ്നേഹം അതിരുവെക്കാത്ത, ഏതൊരവസ്ഥയിലും അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും, നിന്നെ ഒറ്റപ്പെടുത്തിയാലും, പലരും നിന്നെ തകർത്ത് കളയുവാൻ ഉദ്ദേശിക്കുമ്പോൾ, പലരും നിന്നെ ഇല്ലായ്മ, നീ കൊള്ളാത്തവനെന്ന് പറയുമ്പോൾ നിന്നോട് മാറോട് ചേർക്കുന്ന അവിടുത്തെ മഹാസ്നേഹം, ആ സ്നേഹം എൻ്റെ പ്രിയ സഹോദര, അവൻ നിന്നോടുള്ള സ്നേഹം നിന്നെ അവനെ നിത്യതയിലെത്തിക്കുക എന്നുള്ള ആ മഹാസ്നേഹമുള്ള ദൈവം, ആ പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്ത് നൽകിക്കൊണ്ട് ആ സ്നേഹം ലോകത്തിന് മുന്നിൽ പ്രകടിച്ച ആ പിതാവായ ദൈവം ഏകജാതനായ തൻ്റെ പുത്രനെ നമ്മൾക്ക് നൽകിക്കൊണ്ട് അവൻ സ്നേഹം പ്രകടിച്ചു. ആ ദൈവം നമ്മളെ ഇന്നും സ്നേഹിക്കുന്നു. എൻ്റെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ, സഹാപ്രസംഗിൽ അതിൻ്റെ 9-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഇതൊക്കെയും നീതിമാനും ജ്ഞാനികളും അവരുടെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു എന്നുള്ളത്
ഇതൊക്കെയും തന്നെ ശോധന ചെയ്യുവാൻ ഞാൻ മനസ്സ് വെച്ചു. സ്നേഹമാകട്ടെ ദോഷമാകട്ടെ ഒന്നും മനുഷ്യന് അറിയുന്നില്ല. സർവവും അവൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. താനും എല്ലാവർക്കും എല്ലാം ഒരുപോലെ ആയിരിക്കുന്നു. നീതിമാനും ദുഷ്ടനും നല്ലവനും നിർമ്മലവനും മാലിന്യവനും യാഗം കഴിക്കുന്നവനും യാഗം കഴിക്കാത്തവനും ഒരേ ഗതി പ്രാപിക്കുകയും നല്ലവനും പെണ്ണിനെയും ആണയുടേവനെയും ഒരുപോലെ അകത്തു അല്ലാത്തവർക്കോ ഒരേ ഗതി വരുന്നു എന്നുള്ളത്. സൂര്യൻ്റെ കീഴിൽ നടക്കുന്ന എല്ലാറ്റിലും ഒരേ നീയലത്രേ. മനുഷ്യരുടെ ഹൃദയത്തിൽ ദോഷം നിറഞ്ഞിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, മനുഷ്യരുടെ ഹൃദയത്തിൽ ദോഷം നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലുള്ള ദോഷങ്ങളെ മാറ്റണം. ഹൃദയത്തിലുള്ള വക്ര സ്വഭാവങ്ങൾ, സ്നേഹമില്ലാത്ത സ്വഭാവങ്ങൾ, ജീവിതത്തിലുള്ള നന്മ ചെയ്യുവാൻ പറ്റാത്ത വക്ര സ്വഭാവങ്ങൾ, മറ്റുള്ളവരെ ബഹുമാനിക്കാത്ത സ്വഭാവങ്ങൾ, മറ്റുള്ളവരെ ആദരിക്കുവാൻ പറ്റാത്ത സ്വഭാവങ്ങൾ, മറ്റുള്ളവരെ സൽക്കരിക്കുവാൻ പറ്റാത്ത കുറവുകൾ, മറ്റുള്ളവരെ തന്നെപ്പോലെ സ്നേഹിക്കുവാൻ പറ്റാത്ത കുറവുകൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വക്രത സ്വഭാവങ്ങൾ. അതെല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അന്ന് നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം ഒഴിവാക്കുവാൻ തയ്യാറെടുത്താൽ നമുക്ക് നിത്യതയ്ക്ക് പോകുവാൻ ഒരുങ്ങുവാൻ സാധിക്കും. മനുഷ്യരുടെ ഹൃദയത്തിലും ദോഷം നിറഞ്ഞിരിക്കുന്നു. ജീവപര്യന്തം അവരുടെ ഹൃദയത്തിൽ ഭ്രാന്തുണ്ട്. എല്ലാ മനുഷ്യനിലും ദൈവവചനം പഠിക്കുന്നത് ഒരു ഭ്രാന്തുണ്ട്. ചിലർക്ക് സമ്പത്തിനോട് കുറിച്ചുള്ള ഭ്രാന്തായിരിക്കാം, മറ്റു ചിലർക്ക് വിദ്യാഭ്യാസത്തോടുള്ള ഭ്രാന്തായിരിക്കാം, മറ്റു ചിലർക്ക് വാഹനത്തോടുള്ള ഭ്രാന്തായിരിക്കാം, മറ്റു ചിലർക്ക് മക്കളോടുള്ള ഭ്രാന്തായിരിക്കാം, മറ്റു ചിലർക്ക് ഭൗതിക നന്മകൾക്ക് കുറിച്ചുള്ള ഭ്രാന്താണ്. എല്ലാ മനുഷ്യർക്കും ഭ്രാന്തുണ്ടെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഉണ്ടോ? മനുഷ്യരുടെ ഹൃദയത്തിലും ദോഷം നിറഞ്ഞിരിക്കുന്നു. ജീവപര്യന്തം അവരുടെ ഹൃദയത്തിൽ ഭ്രാന്തുണ്ട്. അതിനുശേഷമോ അവർ മരിച്ചവരുടെ അടുക്കിലേക്ക് പോകുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവരൊക്കെയും പ്രത്യാശയുണ്ട്. ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള നായ് നല്ലതല്ലയോ? ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്ന് അറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവരൊക്കെയും പ്രത്യാശയുണ്ട്. ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള നായ് നല്ലതല്ലോ? ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കും എന്ന് അറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. മേലിൽ അവർക്ക് ഒരു പ്രതിഫലവും ഇല്ല. അവരെ ഓർമ്മ വിട്ടുപോകുന്നുവല്ലോ. അവരുടെ സ്നേഹമോ ദോഷമോ അസൂയയോ നശിച്ചു പോയി. സൂര്യന് കീഴിൽ നടക്കുന്ന യാതൊന്നിലും അവർക്ക് ഇനി ഒരിക്കലും ഓഹരിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, മരിച്ചവർക്ക് വേണ്ടി നമ്മൾ കർമ്മം ചെയ്താൽ ഒരു പ്രതിഫലമല്ല. നിൻ്റെ ജീവിതത്തിൽ ദൈവവചനമനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് നിത്യതയിൽ പോകുവാൻ സാധിക്കും. നീ മരിച്ച ശേഷം മരണകർമ്മങ്ങളിലോ കർമാതികർമ്മങ്ങളോ നിനക്ക് ആ വ്യക്തിയെ ഉയർപ്പിക്കുവാനോ നിത്യതയിലോ എങ്ങും കൊണ്ടുപോകുവാൻ സാധ്യമല്ല. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, വചനം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളതൊക്കെയും പ്രത്യാശയുണ്ട്. ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള നായ് നല്ലതല്ലയോ? ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്ന് അറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനേകർ ഇന്ന് മരിച്ച കല്ലറയുടെ തോട്ടങ്ങളിൽ നിന്നും നമ്മൾ പ്രാർത്ഥിക്കുവാറുണ്ട്. ഞാൻ കത്തോലിക്ക സഭയിൽ നിന്ന് വന്ന വ്യക്തിയായതുകൊണ്ട് ഞാനും എൻ്റെ അമ്മ മരിച്ചപ്പോൾ പല രാത്രിയിലും പട്ടിണി കടന്ന വേളയിൽ പല പകൽ സമയങ്ങളിലും കല്ലറത്തോട്ടത്തിൽ നിന്ന് അമ്മയുടെ മുന്നിൽ കരഞ്ഞ അവസ്ഥകളുണ്ട്. കാരണം അത് എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്. ദൈവവചനം അറിയാത്ത ആ കാലഘട്ടത്തിൽ ഞാൻ അമ്മയുടെ കല്ലറത്തോട്ടത്തിൽ പോയി നിന്ന് കരഞ്ഞ് സംസാരിക്കാറുണ്ട്. എന്നാൽ വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നത് അവർക്ക് ഒന്നും അറിയുവാൻ സാധിക്കത്തില്ല.
മരിച്ചവർ ഒന്നും അറിയുന്നില്ല, മേൽക്കിൽ അവർക്ക് ഒരു പ്രതിഫലവും ഇല്ല, അവരെ ഓർമ്മ വിട്ടുപോകുന്നുവല്ലോ. മരിച്ചാൽ നമ്മുടെ ഓർമ്മ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്നുവല്ലോ. അവരുടെ സ്നേഹം, ദോഷം, അസൂയ നശിച്ചുപോയി. സൂര്യന് കീഴിൽ നടക്കുന്ന യാതൊന്നിലും അവർക്കിനി ഒരിക്കലും ഓഹര്യമില്ല. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, സൂര്യന് കീഴിലുള്ള യാതൊന്നിനും അവന് ഒരു ഓഹരിയുമില്ല. അപ്പോൾ അവൻ്റെ സ്നേഹം വിട്ടുപോയി, അവൻ്റെ വിദ്വേഷം വിട്ടുപോയി, അവൻ്റെ അസൂയ വിട്ടുപോയി, അവൻ്റെ സർവ്വതും വിട്ടുപോയി. അവൻ ഭൂമിയിൽ എന്തെല്ലാം സമ്പാദിച്ചുവോ അതെല്ലാം അവനിൽ വിട്ടുപോയി, അവൻ്റെ സ്നേഹവും വിട്ടുപോയി. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ മരിച്ചവർക്ക് വേണ്ടി പൂജ ചെയ്യുന്നത് വേദവസ്തു പ്രകാരം ഒരു പ്രതിഫലവുമില്ല. വേദവസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് നീ ജീവിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്യുക, നീ ജീവിച്ചിരിക്കുമ്പോൾ ദൈവവചനം അനുസരിക്കുക, അവൻ്റെ വാക്കുകളെ കേൾക്കുക. അവനവൻ ചെയ്യുന്നവൻ്റെ തക്ക പ്രതിഫലം നൽകുന്ന ഒരു ദൈവം. നീ ഭൂമിയിൽ കർത്താവിൻ്റെ വാക്കനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് നിത്യതയ്ക്ക് പോകുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മൾ കർത്താവിൻ്റെ വാക്ക് അനുസരിക്കുന്നവരായി മാറട്ടെ. അതെ, ഇത് അടുത്ത ഒരു സബ്ജക്റ്റിലൂടെ എടുക്കുവാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ യാക്കോബിൻ്റെ ഹൃദയത്തിൻ്റെ പ്രസ്താവിച്ച് യഹൂദയിൽ പ്രസ്താവിക്കേണ്ടതെന്തെന്നാൽ, കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവിയുണ്ടായിട്ടും കേൾക്കാതെയും ഇരിക്കുന്ന മൂഢരും ബുദ്ധിഹീനരുമായ ജനമേ, ഇത് കേൾപ്പിൻ. നിങ്ങളെന്നെ ഭയപ്പെടുക. നീയല്ലോ എൻ്റെ സന്നിധിയിൽ വിറയ്ക്കില്ലയോ എന്ന് യഹോവയുടെ അരുൾപ്പാട്. ഞാൻ കടലിന് കവിഞ്ഞു കൂടാത്തവണ്ണം നിത്യന്യായ പ്രമാണമായ മണൽ അതിരാക്കി വച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ, കർത്താവ് എല്ലാത്തിനും ഒരു അതിര് വെച്ചിരിപ്പുണ്ട്. മനുഷ്യൻ നിത്യതയിൽ പോകുവാനും അവൻ വ്യവസ്ഥകളെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആ വ്യവസ്ഥകളെ പാലിക്കുവാൻ നമ്മൾ തയ്യാറെടുക്കണം, നമ്മൾ ഒരുങ്ങണം. ഈ വചനം കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ഭാരങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഈ വചനത്തിൻ്റെ മുന്നിൽ ദൈവസന്നിധിയിലൊന്ന് സമർപ്പിക്കുവാൻ. കർത്താവേ, എൻ്റെ ജീവിതത്തിലും കുറവുണ്ടപ്പ. കർത്താവേ, ഞാനും മരിച്ചവരുടെ കുഴിമാടങ്ങളിൽ പോയി പ്രാർത്ഥിച്ച അവസ്ഥകളുണ്ട്. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് മരിച്ചവർ ഒന്നും അറിയുന്നില്ലെന്ന് സഭാപ്രസംഗയിൽ നമ്മളോട് കേട്ടതുപോലെ അവർക്ക് അവരുള്ള സ്നേഹം നഷ്ടപ്പെട്ടു, അവരുടെ അസൂയ നഷ്ടപ്പെട്ടു, അവരുടെ വിചാരങ്ങൾ നഷ്ടപ്പെട്ടു. അവർ ലോകത്തിൻ്റെ ഒരു കാര്യവും അവരറിയുന്നില്ല. ഈ സൂര്യൻ്റെ കീഴിലുള്ളത്, ആകാശത്തിൻ്റെ കീഴിലുള്ളത്, സൂര്യത്തിൻ്റെ കീഴിലുള്ളത് ഒന്നും അറിയുന്നില്ലെന്ന് വേദം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ അറിവില്ലാതെ നമ്മൾ കുഴിമാടങ്ങളിൽ പോയി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ വ്യക്തി ജീവിതമേ, ദൈവവചനം നീ പഠിക്കണം. നിനക്ക് ഒരു പ്രതിഫലവുമില്ല. കാരണം മരിച്ചവന് അവനെക്കൊണ്ടൊന്നും നിനക്ക് ചെയ്യുവാൻ സാധിക്കത്തില്ല. ഒന്ന്, അവൻ്റെ സ്നേഹം നഷ്ടപ്പെട്ട്; രണ്ട്, അവൻ്റെ വിദ്വേഷം നഷ്ടപ്പെട്ട്; മൂന്ന്, അവൻ്റെ അസൂയയും അവൻ്റെ സ്നേഹവും അവൻ്റെ കാഴ്ചപ്പാടും മുഴുവനും നഷ്ടപ്പെട്ട് അവന് ഭൂമിയുടെ കീഴിലുള്ളത്, സൂര്യൻ്റെ കീഴിലുള്ളത് യാതൊന്നിൽ നിന്നും അവന് ഇനി ഓർമ്മയില്ലെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വചനത്തിന് വിപരീതമായി നമ്മൾ കുഴിമാടങ്ങൾ സന്ദർശിക്കുകയും അത് ഇങ്ങനെ സംസാരിച്ച് പ്രാർത്ഥിച്ചുവെങ്കിൽ ഈ കേട്ട വചനങ്ങളൊന്ന് സമർപ്പിക്കുക. കർത്താവെ, നിൻ്റെ വചനപ്രകാരം ജീവിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ടപ്പ, തെറ്റുകളുണ്ട് കർത്താവെ. അശുദ്ധികളും കുറവുകളും വന്നുപോയി, വാക്കിനോ പ്രവൃത്തിയിലോ വന്നുപോയി, സ്നേഹമില്ലായ്മ വന്നുപോയി, വചനം പാലിക്കാത്ത കുറവുകളുണ്ട്. അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ഈ വചനം കേൾക്കുമ്പോൾ ആരെല്ലാം ഏറ്റുപറയുന്നു, അവരെ വിടിവിക്കുന്നവനായ, പാപമോചനത്തിൽ വിടിവിക്കുന്നവനായ, അവിടുത്തെ രക്തത്താൽ കഴുകുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം. കർത്താവെ, കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ ഓരോരുത്തരും സമർപ്പിക്കുവാൻ, അതേ സത്യദൈവമായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ
ഇടവരുത്തണമേ. കേട്ട വചനങ്ങൾ ഓരോരുത്തരുടെ ജീവിതങ്ങൾ അത് 30, 60, 100 മേനി ഫലം കായ്ക്കണമേ. ഈ ജനത്തെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. കർത്താവേ, അവരെ കുറവുകളെ അശുദ്ധികളെല്ലാം മാറ്റി ശുദ്ധീകരിക്കണമേ. നിത്യതയ്ക്ക് പോകുവാൻ അവരെ ഒരുക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ജനത്തെ മുഴുവനും അനുഗ്രഹിക്കുന്നു. കർത്താവേ, അടഞ്ഞ വാതിലുകൾ യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ. അന്ധകാര ശക്തികൾ, പൈശാചിക മണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ വ്യക്തിമണ്ഡലങ്ങളിൽ നിന്ന് മാറട്ടെ. ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. റീബൽ, ശന്തന, റിഗർഷ്യ, നിരാശകൾ, പ്രയാസങ്ങൾ മാറട്ടെ. കേട്ട വചനങ്ങൾ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.